വൃത്തികെട്ട യുവാക്കൾ ഇല്ലുമിനാറ്റികളായി വളർന്നു വരുമ്പോ ഹായ് പ്രിയപ്പെട്ടവരെ, അച്ഛനും കന്യാസ്ത്രീയും ഉൾപ്പെടെ ഇല്ലുമിനാറ്റി പാട്ട് പാടിയുള്ള സൂപ്പർ ഒരു ഡാൻസ് കണ്ടുള്ളൂ. മനസ്സിലായോ? ഇല്ലുമിനാറ്റി എന്ന് പറഞ്ഞ് തുള്ളുന്ന കുട്ടികളില്ലേ, ആ കുട്ടികൾ എന്താ പാടുന്ന? ഈ മാഷ് പറയുന്നത് കേട്ടെ. ആ കുട്ടികൾ എന്താ പാടുന്ന? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴിതെറ്റാനും ഉണ്ട് അവകാശം, തനി നിറമെടുത്തണിയണ നെഞ്ചെ, കാട്ടു തോന്നിയാസം. ഇതാ പുതിയ കുട്ടികളെ പാട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, ഇല്ലുമിനാട്ടി. കുട്ടികളെ കുറ്റം പറയണ്ട. ഇതൊക്കെ അച്ഛൻ പറയേണ്ടതല്ലേ? ഈ സഖാവാണോ ഇതൊക്കെ പറയേണ്ടത്? ഇതൊക്കെ പള്ളിയിലച്ചന്മാരല്ലേ പറയേണ്ടതും നടപ്പിലാക്കേണ്ടതും? കുട്ടികളോട് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യം അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും പറഞ്ഞു പഠിപ്പിക്കേണ്ട സ്ഥിതി എത്തിയില്ലേ? അതും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അച്ഛന്മാരെ പറഞ്ഞ് ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കണം. വൃത്തികെട്ട യുവാക്കൾ ഇല്ലുമിനാറ്റികളായി വളർന്നു. ഇനി കൊച്ചി ബിഷപ്പായിരുന്ന കരിയിൽ പിതാവ് ഇല്ലുമിനാറ്റി പാട്ടിനെ കുറിച്ച് പറഞ്ഞത് ഒന്ന് കേൾക്കുക. ഇല്ലുമിനാറ്റി പാട്ട് ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരാണെന്ന് ബിഷപ്പ് ജോസഫ് കരിയിൽ. വിദ്യാർത്ഥികളുമായി നടന്ന സംവാദ പരിപാടിയിലായിരുന്നു വിമർശനം. ഇല്ലുമിനാറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എന്താണ്? ഈ നമ്മുടെ മതത്തിനും മറ്റെല്ലാത്തിനുമൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. എല്ലാ പരമ്പരാഗത മൂല്യങ്ങളെയും ചവിട്ടിമെതിക്കുന്ന ഒരു സംഘടനയാണ്. ഞാനിപ്പോൾ ഒരു സ്കൂളിൽ പോയി നോക്കുമ്പോൾ അവിടുത്തെ പള്ളിയിലെ അച്ഛനടക്കം ഈ പാട്ട് വെച്ച് തുള്ളുക. എന്താണ് ഈ പാട്ട് കൊടുക്കുന്ന സന്ദേശമെന്ന് അദ്ദേഹം പോലും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ഈ പാട്ടുകളുടെ വരികളുടെ അർത്ഥത്തെ പറ്റി നന്നായി പഠിക്കുന്ന ഒരാളാണ്. അടുത്ത കാലത്ത് ട്രെൻഡാവുന്ന പാട്ടുകൾ അതിൻ്റെ താളം ഗംഭീരമാണ്. പക്ഷെ ആ താളത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആശയം പിന്തിരിപ്പനും ഭീകരവുമാണ്. വില്ലത്തരമാണ് ഹീറോയിസം എന്ന ഒരു ട്രെൻഡ് നമ്മുടെ പുതിയ കുട്ടികളിൽ പ്രചരിപ്പിക്കാൻ ഈ പാട്ട്, അതിലെ വാക്കുകൾ അവൻ്റെ സ്വഭാവമായി മാറുക. ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഉണ്ടാക്കുന്ന, പേനാക്കത്തി കൊണ്ട് വിദ്യാരംഭം കുറിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ സൃഷ്ടിച്ച ദൈവമേ, നിനക്ക് 10ൽ 10 മാർക്ക് എന്നാണ്. എല്ലാ നന്മകളെയും നിഷേധിക്കുകയും എല്ലാ തിന്മകളെയും വാരിപ്പുണരുകയും ചെയ്യുന്ന ഒരു സന്ദേശമാണ് ഈ പാട്ടിൽ. ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴി തെറ്റാനുമുണ്ട് അവകാശം എന്നാണ്. പിന്നെ തനി നിറമെടുത്ത് അണിയണ നെഞ്ചേ, കാട്ടു തോന്നിയാസം. അപ്പോൾ തോന്നിയാസം കാണിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക. അത്തരത്തിലുള്ള പാട്ട് കേട്ട് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ +1 +2 തമ്മിൽ അടിയാ. മിക്ക സ്കൂളുകളിൽ ചില സ്കൂൾ പൂട്ടിയിടുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു അർത്ഥം, ദുരർത്ഥം ഈ പാട്ടിനുണ്ട് എന്ന് രക്ഷിതാക്കൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ വരികൾക്ക് ഒരു സ്വാധീനമുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ ധാരണ ചരടില്ലാതെ പറക്കുന്ന പട്ടമാകാനാ. എന്നാൽ ചരട് പോയാൽ പട്ടം തലകുത്തി വീഴുക ചെയ്യാന്ന് നമ്മുടെ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തണം. പല കമൻറ്റുകളായിട്ടൊക്കെ പറയുന്നത്, ഇപ്പം സിനിമകളിലൊക്കെ സിനിമാ സന്ദർഭത്തിനനുസരിച്ച് കഥാപാത്രങ്ങൾക്കനുസരിച്ചൊക്കെ പാട്ട് വരും, അതിലെ വരികൾ വരും. അതെ, ആ കഥാപാത്രം അങ്ങനെ ഇരിക്കാം. പക്ഷേ ഈ പാടിത്തുള്ളുന്ന കുട്ടികളൊന്നും ആ കഥാപാത്രം അല്ല ആവുന്നത്. ആ കഥാപാത്രം ഈ കുട്ടികളായി മാറുകയാണ്. നിങ്ങളിൽ പലർക്കും ഇത് ആസ്വാദ്യകരമായിരിക്കാം. എന്നാൽ ക്രൈസ്തവ വീക്ഷണമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു അച്ഛനും കന്യാസ്ത്രീയും ഇതൊക്കെ പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടവരാണ്. ആ സ്ഥിതിയിലാണ് കൊരട്ടിപ്പള്ളിയിലെ വികാരിയച്ഛനും കന്യാസ്ത്രീയും കൂടി കൊരട്ടി സ്കൂളിൻ്റെ പ്രോഗ്രാമിന് ഇല്ലുമിനാറ്റി ഡാൻസ് കളിക്കുന്നത്. ഈ ഇല്ലുമിനാറ്റി വിഷയം പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇപ്പോൾ. എന്നാൽ ഒരു 10 കൊല്ലം മുൻപ് ക്രൈസ്തവ മതത്തിൽ മാത്രം ഒതുങ്ങി നിന്നതായിരുന്നു ഈ വിഷയം. ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്കെതിരെയും സഭയ്ക്ക് പുറമെ നിന്ന് ഉരുത്തിരിയുന്ന ഒരു നശീകരണ മുന്നേറ്റമായിട്ട് മാത്രമായിരുന്നു ഇല്ലുമിനാറ്റി കണ്ടിരുന്നത്. മറ്റ് മതസ്ഥരാരും ഇല്ലുമിനാറ്റിയെ ഒരു പൈശാചിക പ്രസ്ഥാനമായിട്ടോ ദോഷമുള്ള പ്രസ്ഥാനമായിട്ടോ കണ്ടിരുന്നില്ല. നിരവധി ലോക രാജ്യങ്ങളെയും ലോക നേതാക്കളെയും ഒക്കെ സ്വാധീനിച്ച് പൈശാചിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ഒരു പ്രത്യേക പ്രസ്ഥാനമായിട്ട് വരുന്നതാണ്. ഇതിന് നിരവധി മാർപ്പാപ്പമാരും ഈ ഇല്ലുമിനാറ്റിക്കെതിരെ പോരാടിയിട്ടുണ്ട്. നാം വിശുദ്ധരെ വണങ്ങുന്ന നിരവധി പേർ ഈ ഇല്ലുമിനാറ്റിക്കെതിരെ പോരാടിയിട്ടുണ്ട്. ക്രൈസ്തവ വിശ്വാസികൾക്ക് മാത്രമായിരുന്ന ഇല്ലുമിനാറ്റി വിഷയം ലോകമാസകലം വിവിധ മത ആചാര്യന്മാരും വിവിധ രാഷ്ട്രീയക്കാരും ഒക്കെ വളരെ പൈശാചിക പ്രവർത്തനമായിട്ട് കാണുന്ന സാഹചര്യത്തിലാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്ന പാട്ട്, ഈ ഡാൻസ് എന്ന് പറഞ്ഞ് അനേകർ, ഈ സുരേഷ് ബാബു മാഷും അതുപോലെ നിരവധി പേരും പൊതുവേദികളിൽ പ്രസംഗിക്കുന്ന നാളുകളിലാണ് ഒരു അച്ഛനും കന്യാസ്ത്രീയും മറ്റനേകരും ചേർന്ന് നടത്തുന്നത്. നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, വീണ്ടും കാണാം.